ഹായ് വെൽക്കം ഓൾ ടു ദ എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NSCGS-ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ 6th ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐ ഡിഫെക്ട്സ് arise due to gradual weakening of ciliary muscles and diminishing flexibility of the eyelids. ഐലൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതായത് ഐലൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കാരണം സീലിയറി മസിൽസിൻ്റെ എന്താണ് ഡിമിനിഷിങ്, അതായത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റീൻ്റെ കുറവ് കാരണം അല്ലെങ്കിൽ വീക്കണിങ് ഓഫ് സീലിയറി മസിൽസ് കാരണം നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഐ ഡിഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം നോക്കല്ലേ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, പ്രസ്ബയോപ്പിയ തന്നിട്ടുണ്ട്, അസ്റ്റിഗ്മാറ്റിസം തന്നിട്ടുണ്ട്, മയോപ്പിയ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം നോക്കല്ലേ. നമുക്ക് ഓരോ കണ്ടീഷൻസ് ഏതൊക്കെയാണ് നോക്കല്ലേ. യെസ്, നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് നോക്കുമ്പോൾ എന്താണ് അടുത്തുള്ള മാത്രം, അതായത് ഷോർട്ട് സൈറ്റ്, അതായത് നമുക്ക് അടുത്തുള്ള മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫാർ ആയിട്ടുള്ളത് എന്ത് ചെയ്യും, ബ്ലർ ആയിട്ട് കാണുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മയോപ്പിയ എന്ന് വിളിക്കുന്നത്. ഇനി ഹൈപ്പറോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നത് നമുക്ക് ദൂരത്തുള്ളത് നല്ലപോലെ കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് എന്ത് ചെയ്യും, ബ്ലറി ആയിട്ടായിരിക്കും കാണാൻ പറ്റുക. അങ്ങനെയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഐ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അസ്റ്റിഗ്മാറ്റിസ് ആണ് തന്നല്ലേ. അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇറഗുലാരിറ്റി, അതായത് നമ്മൾ കോർണിയ ഉണ്ട് അല്ലേ, നമ്മൾ ഔട്ടർ ലെയറിനാണ് നമ്മൾ കോർണിയ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ലെൻസ് ഉണ്ട് അല്ലേ, ലെൻസ് എന്താണ് പ്യൂപ്പിളിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലെൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലെൻസിൻ്റെയും അതേപോലെ തന്നെ കോർണിയൻ്റെയും എന്താണ് അതിൻ്റെ മിസ്മാച്ച്, അതായത് മിസ്മാച്ച് ഉണ്ടാവും അല്ലേ, കുറച്ച് ചെറിയൊരു ഡിഫ്രാക്ഷൻ, അതിൻ്റെ ഒരു ചെറിയൊരു അബ്രേഷൻസും കാര്യങ്ങളും കാരണം ഉണ്ടാവുന്ന ആ ഒരു ഐ ഡിഫക്റ്റിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, അസ്റ്റിഗ്മാറ്റിസം എന്ന് വിളിക്കുന്നത്. അസ്റ്റിഗ്മാറ്റിസം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇവിടെയും ഒക്കെ എന്ത് ചെയ്യും, വിഷൻ ഉണ്ടാവും. ഇതെന്താണ് നമുക്ക് അടുത്തുള്ളത് മാത്രം കാണാൻ പറ്റും, ദൂരെയുള്ളത് എന്തെങ്കിലും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള അസുഖത്തിന് ആ ഒരു ഐ ഡിഫക്റ്റിന് മയോപ്പിയ എന്ന് വിളിക്കും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ നമുക്ക് ഫാറിലുള്ളത് കാണാൻ പറ്റും പക്ഷെ അടുത്തുള്ളത് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. ഇനി നമുക്ക് നാലാമതായിട്ടുള്ള കണ്ടീഷനാണ് എന്താ, പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ സീലിയറി മസിൽസ് വീക്കനിങ് ആവുന്ന ആ കണ്ടീഷൻ. അതേപോലെ തന്നെ എന്താണ് ഫ്ലെക്സിബിലിറ്റി, മസിൽസിൻ്റെ എന്താണ് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു വരും. ആ ഒരു കണ്ടീഷൻ കാരണം എന്ത് ചെയ്യില്ല, നമുക്ക് ആ ഒരു കണ്ടീഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ദൂരത്ത് വെക്കേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രായമായുള്ള കുറേ പേര് എന്ത് ചെയ്യും, കുറച്ച് ദൂരത്തായിരിക്കും ന്യൂസ് പേപ്പർ മൊബൈലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രസ്ബയോപ്പിയ എന്ന് വിളിക്കുന്നത്. അതെന്താണ് ഐ ഡിഫക്റ്റ് ഡ്യൂ ടു ദ ഏജ് ആണ്, ഏജ് കാരണം ഉണ്ടാവുന്നതാണ്. ഇത് എന്താണ് കോർണിയൻ്റെയും അതേപോലെ തന്നെ നമ്മളെ ലെൻസിൻ്റെയും എന്താണ് മിസ്മാച്ച്, അതായത് എന്താണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കാരണം അതിൻ്റെ പൊസിഷൻ്റെ ആ ഒരു ചേഞ്ചിൽ സംഭവിക്കുന്ന ഐ ഡിഫക്റ്റിനാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസ് എന്ന് വിളിക്കുക. ഇനി എന്താണ് മയോപ്പിയ, ഹൈപ്പറോപ്പിയും അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയും നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കാണാവുന്ന കണ്ടീഷൻസ് ആണ്. കാരണം അത് ലെൻസിൻ്റെ പൊസിഷൻ കാരണം ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. പക്ഷേ ഇതാണ് എന്താ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കാരണം ഉണ്ടാവുന്ന കണ്ടീഷനാണ് എന്താ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ളത് പ്രസ്ബയോപ്പിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, പ്രസ്ബയോപ്പിയ ഈ കണ്ടീഷനാണല്ലേ. നമ്മൾ നോക്കുമ്പോൾ എന്താണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. ഗ്രാജുവൽ വീക്കണിങ് സംഭവിക്കുന്നത് ഏജ് കൂടുന്നതിനനുസരിച്ച് ഗ്രാജുവൽ വീക്കണിങ് നടക്കുന്നത് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഈ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രസ്ബയോപ്പിയ ആണ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 8th ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ആൾ.